ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കായിക ഇനങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മുടെ സിലബസിൽ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക മേഖല, സാഹിത്യ മേഖല, അതുപോലെ കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിനാണ് തരുന്നത്. അതിൽ കായിക മേഖല പറയുന്നുണ്ട്. കായിക മേഖല പറഞ്ഞാൽ നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങളും നോക്കാറുണ്ട്. വെറും ഇവയെല്ലാം കൂടി 5 മാർക്കിനാണ് വരുന്നത് എങ്കിൽ കൂടി ഏത് ഭാഗത്തുനിന്ന് വരും എന്ന് നമുക്കറിയത്തില്ല അല്ലേ. ചിലപ്പോൾ കായിക ഇനത്തെക്കുറിച്ച് ചോദിക്കാം, ചിലപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ച് ചോദിക്കാം, അതിൻ്റെ ട്രോഫിയെക്കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ കായിക താരങ്ങളെക്കുറിച്ച് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു കായിക ഇനത്തെക്കുറിച്ച് മാത്രമാണ്. അതിലുള്ള കുറച്ച് കായിക താരങ്ങൾ, ഇന്ത്യയിലെയും കേരളത്തിലെയും കായിക താരങ്ങളെക്കുറിച്ചാണ്. അതല്ലാണ്ട് വേറെയും കുറേ പേരിനെ കുറിച്ച് നമുക്ക് നോക്കാനുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇത് നോക്കാം. ഇന്നത്തെ ക്ലാസ് ഫുട്ബോളിനെ കുറിച്ചിട്ടാണ്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയ കായിക വിനോദം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫുട്ബോളാണ് അല്ലേ. ആ ഫുട്ബോളിൽ എത്ര കളിക്കാരാണുള്ളത്? 11 കളിക്കാരാണ് ഫുട്ബോളിലുള്ളത്. 11 കളിക്കാർ വീതമുള്ള 2 ടീമുകൾ തമ്മിലുള്ള കളിയാണ് ഫുട്ബോൾ എന്ന് നമ്മൾ പറയാറുള്ളത്. ഫുട്ബോൾ എല്ലാവർക്കും അറിയാമല്ലോ, കാലുകൊണ്ട് ബോൾ തട്ടുന്ന കളിയായതുകൊണ്ടാണ് അതിന് എന്തെന്ന് വന്നത്, ഫുട്ബോൾ എന്ന പേരും വന്നത്. ഒരു ഫുട്ബോൾ കളിക്ക് വേണ്ട സമയം എന്ന് പറയുന്ന, ഒരു മത്സരത്തിന് വേണ്ട സമയം എന്ന് പറയുന്നത് 90 മിനിറ്റാണ്. എത്ര മിനിറ്റാണ്? 90 മിനിറ്റാണ്. 11 കളിക്കാരാണ് ഉള്ളത്, 2 ടീം. 11 കളിക്കാരുള്ള 2 ടീമും 90 മിനിറ്റുമാണ്. ഇനി ഈ അന്താരാഷ്ട്ര മത്സരങ്ങളുണ്ടല്ലോ, അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ, നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും പരിഷ്കരിക്കുന്നതും നടപ്പിലാക്കുന്നതും ഒക്കെ ആരാണ് എന്ന് ചോദിച്ചാൽ ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ, അതായത് ഫിഫ എന്ന് പറയൂല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് ഫിഫ എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഫിഫ എന്ന് പറഞ്ഞാൽ? ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ എന്ന സംഘടനയാണ്. അതാണ് ഫിഫയുടെ മുഴുവൻ പേര്. എപ്പോഴാണ് ഇത് സ്ഥാപിതമായത്? 1904 എന്നാണ് ഫിഫയുടെ ചുമതല എന്ന് പറയുന്നത്? അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഫുട്ബോൾ നിയമങ്ങൾ പരിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഫിഫയുടെ കടമ എന്ന് പറയുന്നത്. ഇവർ തന്നെയാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നിയന്ത്രിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ ഫിഫ തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിലാണ് അത് പറയുന്നത്. 1930 ഫിഫ പുരുഷ ലോകകപ്പ് ആരംഭിച്ചത്. അപ്പോൾ ഫിഫ പുരുഷ ലോകകപ്പ് ആരംഭിച്ചത് 1930. 1991 വനിതാ ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഫിഫ ആരംഭിച്ചത്. അപ്പോൾ ഫിഫ സ്ഥാപിതമായത് 1904. 1930 ഫിഫ പുരുഷ ലോകകപ്പ് ആരംഭിച്ചത്. 1991 ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോൾ മത്സരം ആരംഭിച്ചത്. ഇനി ഫുട്ബോൾ മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾക്ക് 2 തരത്തിലുള്ള മത്സരങ്ങൾ നോക്കാം. കുറേ മത്സരങ്ങളുണ്ട്. അതിൽ ഫുട്ബോൾ മത്സരങ്ങൾ, ഇന്ത്യയിലെ ഫുട്ബോൾ ട്രോഫികൾ നമുക്ക് വേറെ പറയുന്നുണ്ട്. അപ്പോൾ ഫുട്ബോൾ മത്സരങ്ങളിൽ കോപ്പ അമേരിക്ക, നമ്മൾ കുറേ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരാണ് കോപ്പ അമേരിക്ക എന്ന് പറയുന്നതിൽ. എന്താണ് കോപ്പ അമേരിക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻ്റാണ് കോപ്പ അമേരിക്ക എന്ന് പറയുന്നത്. അതുകൂടാതെ വേറെ ഏതൊക്കെ കപ്പുണ്ട്? FA കപ്പ്, യൂറോ കപ്പ്, യുവേഫ ചാമ്പ്യൻസ് ലീഗ്, AFC ഏഷ്യൻ കപ്പ്, ഗോൾഡ് കപ്പ്, OFC നേഷൻസ് കപ്പ്, കോൺകാഫ് കപ്പ്, സാഫ് കപ്പ് മുതലായവ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളാണ്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പേര് തന്നിട്ട് ഇത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയണ്ടേ. അതുകൊണ്ട് FA കപ്പ്, കോപ്പ അമേരിക്ക, യൂറോ കപ്പ്, യുവേഫ ചാമ്പ്യൻസ് ലീഗ്, AFC ഏഷ്യൻ കപ്പ്, ഗോൾഡ് കപ്പ്, OFC നേഷൻ കപ്പ്, കോൺകാഫ് കപ്പ്, സാഫ് കപ്പ് എന്നിവയൊക്കെ ഏത് മത്സരവുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ അവയെല്ലാം ഫുട്ബോൾ മത്സര ഇനങ്ങളാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ പ്രധാന ഫുട്ബോൾ ട്രോഫികൾ ഏതൊക്കെയാണ്? സന്തോഷ് ട്രോഫി, നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് അല്ലേ, സന്തോഷ് ട്രോഫി. അതുകൂടാതെ സുബ്രേതോ കപ്പ്, ഇന്ത്യൻ സൂപ്പർ ലീഗ്, ISL ഒക്കെ നമുക്കറിയാം. ISL, സന്തോഷ് ട്രോഫിയൊക്കെ നമുക്ക് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഡ്യൂറൻ കപ്പൊക്കെ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ കേൾക്കാത്ത കുറച്ചും കൂടി ഉണ്ടാവും. അപ്പോൾ ആ പേര് അറിഞ്ഞു വെക്കുക. സന്തോഷ് ട്രോഫി ഉണ്ട്, സുബേദ്രോ കപ്പ് ഉണ്ട്, ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL ഉണ്ട്, നെഹ്റു കപ്പ് ഉണ്ട്, ഫെഡറേഷൻ കപ്പ് ഉണ്ട്, റോവേഴ്സ് കപ്പ് ഉണ്ട്, ഡ്യൂറൻ കപ്പ് ഉണ്ട്, IFA ഷീൽഡ് ഉണ്ട്, ബർദോളി ട്രോഫി ഉണ്ട്, BC റോയ് കപ്പ് ഉണ്ട്. ഇവയൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന ഫുട്ബോൾ ട്രോഫികൾ എന്ന് പറയുന്നത്. BC റോയ്, ബർദോളി, സന്തോഷ് ട്രോഫി, ഇന്ത്യൻ സൂപ്പർ ലീഗ്, ഫെഡറേഷൻ കപ്പ്, റോവേഴ്സ് കപ്പ്, ഡ്യൂറൻ കപ്പ്, IFA ഷീൽഡ്, നെഹ്റു ട്രോഫി, സുബേദ്രോ കപ്പ്. ഇവയൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന ഫുട്ബോൾ ട്രോഫികൾ എന്ന് പറയപ്പെട്ടത്. ഇനി ഇന്ത്യയിലെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട
കുറേ പദങ്ങൾ നമ്മളോട് സാധാരണ ചോദിക്കാറുണ്ട് അല്ലേ, കുറേ പദങ്ങൾ തന്നിട്ട് ഇത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ സാധാരണ കേൾക്കുന്ന കുറേ പദങ്ങളുണ്ട് അല്ലേ, കിക്ക്, പെനാൽറ്റി കിക്ക്, അതുപോലെ ഡിഫൻഡർ, അതുകൂടാണ്ട് കുറേ ഗോള്, അത് ഹാട്രിക് ഒക്കെ, ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഏതിലത്തെയാണ്? ഫുട്ബോൾ തന്നെയാണ്. ഇതെല്ലാണ്ടും ചോദിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. കിക്ക്, ഗോള്, ഹെഡ്, പെനാൽറ്റി കിക്ക്, ട്രിബിൾ, ഓഫ് സൈഡ്, മൂവ്, ഹാട്രിക്, ലെഫ്റ്റ് ഔട്ട്, റൈറ്റ് ഔട്ട്, സ്റ്റോപ്പർ, ഡിഫൻഡർ, സൈഡ് ബാക്ക്, പാസ്, ബേസ് ലൈൻ, റീബൗണ്ട്, കംബാക്ക് എന്നിവയെല്ലാം ഏതുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. പ്രധാനമായിട്ട് ആൺകുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് അറിയാവുന്നതായിരിക്കാം. നമ്മൾ കായികങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്ത ലേഡീസിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ വേർഡ്സൊക്കെ അറിയാൻ നല്ല ബുദ്ധിമുട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അത് പഠിച്ചു വയ്ക്കുക. കിക്ക്, ഗോള്, ഹെഡ്, പെനാൽറ്റി കിക്ക്, ട്രിബിൾ, ഓഫ് സൈഡ്, മൂവ്, ഹാട്രിക്ക്, ലെഫ്റ്റ് ഔട്ട്, റൈറ്റ് ഔട്ട്, സ്റ്റോപ്പർ, ഡിഫൻഡർ, സൈഡ് ബാക്ക്, പാസ്, ബേസ് ലൈൻ, റീബൗണ്ട്, കംബാക്ക് എന്നിവയെല്ലാം ഏതുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. ഇനി ഫുട്ബോളിൻ്റെ കളിയരങ്ങിനെ പറയുന്ന പേരെന്താണ്? ഫീൽഡ് എന്നാണ് ഫുട്ബോളിൻ്റെ കളിയരങ്ങിനെ പറയപ്പെടുന്ന പേര്. ഇനി നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളെക്കുറിച്ച് നോക്കാം. ആരൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോൾ താരമായിട്ട് വരുന്നത്? ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ആരെക്കുറിച്ചിട്ടാണ്? ബൈചു ഭൂട്ടിയ. അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ താരമായ ബൈചു ഭൂട്ടിയ. അദ്ദേഹം ജനിച്ചത് 1976 ഡിസംബർ 15-നാണ്. 1976 ഡിസംബർ 15-ന് സിക്കിമിലെ ടിൻ കിങ്ഡം എന്ന സ്ഥലത്താണ് ബൈചു ഭൂട്ടിയ ജനിച്ചത്. അദ്ദേഹം ഒരു സിക്കിമുകാരനാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപരനാമം എന്താണെന്ന് ചോദിച്ചാൽ സിക്കിമീസ് സ്നൈപ്പർ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ബൈചു ഭൂട്ടിയാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ദീപശിഖ വാഹകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബൈചു ഭൂട്ടിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മാർഗദർശി എന്നറിയപ്പെടുന്നു. അതുപോലെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ദീപശിഖ വാഹകൻ എന്നും അറിയപ്പെടുന്നത് ആരാണ്? ബൈചു ഭൂട്ടിയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്വന്തം പേരിൽ ഫുട്ബോൾ സ്റ്റേഡിയം വരുന്ന ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ താരവും ബൈചു ഭൂട്ടിയയാണ്. സിക്കിമിലാണ് അതുള്ളത്. യൂറോപ്പിൽ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ബൈചു ഭൂട്ടിയ എന്ന് പറയുന്നത്. 1999, 2005 വർഷങ്ങളിൽ ചാമ്പ്യൻഷിപ്പ് നേടുമ്പോഴും അതുപോലെ 2008 AFC ചലഞ്ച് കപ്പ് നേടുമ്പോഴും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ബൈചു ഭൂട്ടിയാണ്. അപ്പോൾ ഏതൊക്കെ വർഷം? 1999 സാഫ് ചാമ്പ്യൻഷിപ്പും, ഏത് ചാമ്പ്യൻഷിപ്പാണ്? സാഫ് ചാമ്പ്യൻഷിപ്പും. അതുപോലെ 2008 AFC ചലഞ്ച് കപ്പ് നേടുമ്പോഴും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ ബൈചു ഭൂട്ടിയാണ്. ബൈചു ഭൂട്ടി സ്ഥാപിച്ച പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ഹംറോ സിക്കിം പാർട്ടി എന്ന് പറയുന്നത്. എന്താണ് ഹംറോ സിക്കിം പാർട്ടി എന്ന് പറയുന്നത്? ഇനി ഇദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികൾ ഏതൊക്കെയാണ്? 1998 ഇദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിക്കുന്നത്. 1998 അർജുന അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അർജുന അവാർഡ് എന്ന് പറയുന്നത്? ദേശീയ കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് ഭാരത സർക്കാർ നൽകുന്ന ബഹുമതിയാണ് അർജുന അവാർഡ് എന്ന് പറയുന്നത്. അത് ബൈചു ഭൂട്ടിയയ്ക്ക് എപ്പോഴാണ് ലഭിച്ചത് എന്ന് പറഞ്ഞാൽ അത് 1998 അദ്ദേഹത്തിന് അത് ലഭിച്ചത്. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് 2008 പത്മശ്രീ ലഭിച്ചത് 2008. അതുപോലെ ബംഗഭൂഷൺ അവാർഡ് ലഭിച്ചത് 2014. ബംഗഭൂഷൺ അവാർഡ് ലഭിച്ചപ്പോഴാണ് 2014. ഇനി അടുത്ത വ്യക്തിയെ നമുക്ക് നോക്കാം. അടുത്ത വ്യക്തി ആരാണ്? സുനിൽ ഛേത്രിയാണ് അല്ലേ. അദ്ദേഹം ജനിച്ചത് ആന്ധ്രാപ്രദേശിലെ സെക്കന്ദരാബാദിലാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നായല്ലോ അല്ലേ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 15 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി എന്ന് പറയുന്നത്. 2002 മോഹൻ ബഗാൻ ക്ലബിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയർ തുടങ്ങിയത്. ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ്. ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് സുനിൽ ഛേത്രിയാണ്. പിന്നെ അദ്ദേഹത്തിന്
2011 അർജുന അവാർഡ് ലഭിച്ചത്. എപ്പോഴാണ് അർജുന അവാർഡ് ലഭിച്ചത്? 2011 അർജുന അവാർഡ് ലഭിച്ചു. 2019 പത്മശ്രീ ലഭിച്ചു. പത്മശ്രീ ലഭിച്ചത് എപ്പോഴാണ്? 2019. ഇനി ഖേൽ രത്ന അവാർഡ് എപ്പോഴാണ് ലഭിച്ചത്? 2021. നമ്മൾ പറഞ്ഞു ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി എന്ന് പറഞ്ഞാൽ. അത് എപ്പോഴാണ് ലഭിച്ചത്? 2021. ഇനി ഇദ്ദേഹത്തിന് 7 തവണ AIFF പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഫിഫ സംഘടിപ്പിച്ച കിക്ക് ഔട്ട് കൊറോണ എന്ന വീഡിയോ ക്യാമ്പയിനിൽ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു വ്യക്തിയാണ് സുനിൽ ഛേത്രി എന്ന് പറയുന്നത്. ഫിഫ സംഘടിപ്പിച്ച കിക്ക് ഔട്ട് ഓഫ് കൊറോണ എന്ന ക്യാമ്പയിനിൽ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയാണ്. നമ്മൾ നേരത്തെ തന്നെ എന്താണ് ഫിഫ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. എന്താണ് ഫിഫ എന്ന് പറയുന്നത്? ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ആണ് ഫിഫ എന്ന് പറയുന്നത് അല്ലേ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് സുനിൽ ഛേത്രി എന്ന് പറയുന്നത്. ഇനി കുറച്ച് മലയാളികളെ കുറിച്ച് നോക്കിയാലോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മലയാളികളെ കുറിച്ച് നോക്കാം. TM വർഗീസ്. ഇദ്ദേഹം ഇന്ത്യയുടെ മുൻ ഫുട്ബോൾ താരമാണ്. TM വർഗീസ് എന്ന് പറയുന്നത്. TM വർഗീസ് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? തിരുവല്ലപ്പാപ്പൻ എന്നറിയപ്പെട്ടിരുന്നത് TM വർഗീസ് ആണ്. തിരുവല്ലപ്പാപ്പൻ എന്നറിയപ്പെട്ട ആരാണ്? TM വർഗീസ് ആണ്. അദ്ദേഹം 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് TM വർഗീസ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ആദ്യ ഫുട്ബോൾ താരമാണ് TM വർഗീസ്. അപ്പം നമ്മുടെ കേരളത്തിലെ ആദ്യ ഫുട്ബോൾ താരമാണ് ആരാണ്? അതായത് ഫുട്ബോൾ വിഭാഗത്തിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ ഒളിമ്പിക് താരമാണ് അദ്ദേഹം. ഫുട്ബോൾ വിഭാഗത്തിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ ഒളിമ്പിക് താരമാണ് TM വർഗീസ് എന്ന് പറയുന്നത്. ഏഷ്യൻ ഗെയിംസിൽ 1951 ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി മെഡൽ ലഭിച്ച മലയാളികളിൽ ഒരാളാണ്. അപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി മെഡൽ ലഭിച്ച 1951 ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി മെഡൽ ലഭിച്ച മലയാളികളിൽ ഒരാളാണ് TM വർഗീസ് എന്ന് പറയുന്നത്. അതുപോലെ ഏഷ്യൻ ഗെയിംസിൽ തന്നെ ഫുട്ബോൾ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ ലഭിച്ച 2 മലയാളികളിൽ ഒരാളാണ് TM വർഗീസ്. മറ്റൊരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് PB മുഹമ്മദ് സാലിയാണ്. ആരാണ്? PB മുഹമ്മദ് സാലിയാണ് TM വർഗീസിൻ്റെ കൂടെ സ്വർണ്ണ മെഡൽ ലഭിച്ച മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത്. അടുത്തത് IM വിജയൻ, കലാഹിരൺ, അതുപോലെ ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് IM വിജയൻ എന്ന് പറയുന്നത്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരമാണ്. അപ്പോൾ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരമാരാണ്? IM വിജയനാണ്. അദ്ദേഹത്തിന് ഒരു റെക്കോർഡ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ 1999 സാഫ് ഗെയിംസിൽ ഭൂട്ടാനെതിരെ 12 സെക്കൻഡിൽ ഗോൾ നേടി. അപ്പോൾ എത്ര സെക്കൻഡിലാണ്? 12 സെക്കൻഡിൽ 1999 സാഫ് ഗെയിംസിൽ ഭൂട്ടാനെതിരെ ഗോൾ നേടി. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ ഗോൾ നേടുന്നയാൾ എന്ന രാജ്യാന്തര റെക്കോർഡ് സ്വന്തമാക്കിയതും IM വിജയനാണ്. 1969 ഏപ്രിൽ 25 തൃശ്ശൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഇദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ജീവിതം ആസ്പദമാക്കിയ ഹ്രസ്വചിത്രമാണ് കലാഹിരൺ എന്ന് പറയുന്നത്. അപ്പോൾ കലാഹിരൺ, അതുപോലെ ഇന്ത്യയിലെ കറുത്തമുത്ത് എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഫുട്ബോൾ ജീവിതത്തെ ആസ്പദമാക്കിയ ഹ്രസ്വചിത്രം എന്നാണ് കലാഹിരൺ എന്നാണ്. ഇദ്ദേഹത്തിന് 2003 അർജുന അവാർഡ് ലഭിച്ചു. 2025 പത്മശ്രീയും IM വിജയന് ലഭിച്ചു. ഇനി VP സത്യനെ കുറിച്ച് നമുക്ക് അറിയായിരിക്കില്ല. അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ക്യാപ്റ്റൻ എന്ന മൂവി. ആരുടേതാണ്? ജയസൂര്യ അഭിനയിച്ച ക്യാപ്റ്റൻ എന്ന മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ചില കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വയ്ക്കാനൊക്കെ ചില സിനിമകൾ കാണുന്നത് നല്ലതായിരിക്കാം. അപ്പോൾ VP സത്യൻ, അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനായ വ്യക്തിയാണ് VP സത്യൻ എന്ന് പറയുന്നത്. 1993 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ് VP സത്യൻ എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. 1965 ഏപ്രിൽ 29 അദ്ദേഹത്തിൻ്റെ ജനനം. 1995 സാഫ് ഗെയിംസിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് VP സത്യൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. 2018 അതിൽ അഭിനയിച്ചത് ആരാണ്? ജയസൂര്യയാണ്. ആ ചിത്രത്തിലെ അഭിനയത്തിന് 2018 മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡും ജയസൂര്യയ്ക്ക് ലഭിച്ചു. അടുത്തത് ജോ പോൾ അഞ്ചേരി. 1994 മുതൽ 2004 വരെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ അംഗമായിരുന്നു ജോ പോൾ അഞ്ചേരി എന്ന് പറയുന്നത്. 1991, 2001 വർഷങ്ങളിൽ
ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആർക്ക്? ജോപോൾ അഞ്ചേരിക്ക്. അടുത്ത PB മുഹമ്മദ് സാലെ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ TM വർഗീസിൻ്റെ കൂടെ ഏഷ്യൻ ഗെയിംസ് ഫുട്ബോൾ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ ലഭിച്ച വ്യക്തി കൂടിയാണ് PB മുഹമ്മദ് സാലെ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അദ്ദേഹം അറിയപ്പെടുന്നത് കോട്ടയം സാലി എന്നാണ്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ അംഗമായിരുന്നു PB മുഹമ്മദ് സാലെ എന്ന് പറയുന്നത്. 1951 ന്യൂഡൽഹിയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഫുട്ബോൾ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ടീമിലെ അംഗം കൂടിയാണ് PB മുഹമ്മദ് സാലെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി മെഡൽ ലഭിച്ച 2 മലയാളികൾ ഒരാൾ കൂടിയാണ് PB മുഹമ്മദ് സാലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമുക്ക് ഇനി ഫുട്ബോളിൽ കുറേ പേരിനെ കുറിച്ച് നോക്കാണ്ട്. പെലെയുണ്ട്, മറഡോണയുണ്ട്, റൊണാൾഡോ ഉണ്ട്, മെസ്സി ഉണ്ട്. പക്ഷെ നമ്മളെല്ലാം കൂടിയായിട്ട് കൺഫ്യൂഷൻ ആക്കണം. നമുക്ക് ആദ്യം നമ്മുടെ കേരളത്തിലുള്ളവരെ പഠിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവരെ പഠിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ടാണ് ഞാനിതെടുത്തത്. ഇനി നമുക്കത് മാത്രമല്ല ഗെയിംസ് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗെയിംസ് നോക്കാണ്ട്. എല്ലാവരുടെയും ഗെയിംസ് ഇനങ്ങൾ മാത്രം പഠിച്ചിട്ട് പോകേണ്ടി വരും. പക്ഷെ നമുക്ക് അതിലുള്ള കായിക താരങ്ങളെക്കുറിച്ചും ക്വസ്റ്റ്യൻ വരാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി മാത്രം ഒരു ക്ലാസ് ആക്കിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.